നമസ്കാരം. മനുഷ്യൻ്റെ ജിജ്ഞാസയ്ക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിന് മുന്നിൽ പ്രപഞ്ചം അതിൻ്റെ നിഗൂഢതകൾ ഓരോന്നായി അനാവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രഖ്യാൻ റോവറും വിജയകരമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ തൊട്ടിറങ്ങി ചരിത്രം കുറിച്ചിട്ട് നാളുകളേറെ ആയെങ്കിലും അവിടെ നിന്ന് ലഭിച്ച അമൂല്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ഇപ്പോഴും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ 3 ചരിത്രസ്പർശം നടത്തിയ ശിവശക്തി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ നിഗൂഢ ഭൂപ്രദേശത്തെ മൺതരികളുടെ രാസഘടനയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ചന്ദ്രനിലെ ഉൽക്കയുമായി അതീവ അപൂർവമായ ജൈവ രാസ സാമ്യമുണ്ടെന്ന പുതിയ കണ്ടെത്തലാണ് ശാസ്ത്രലോകം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ചന്ദ്രൻ്റെ ഉപരിതല ഘടനയെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് പുതിയൊരു വെളിച്ചം നൽകുന്നതാണ് ഈ അപൂർവ കണ്ടെത്തൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ 69.37 ഡിഗ്രി തെക്കായും 32.32 ഡിഗ്രി കിഴക്കായും സ്ഥിതി ചെയ്യുന്ന ശിവശക്തി സ്റ്റേഷനിൽ പ്രഖ്യാൻ റോവർ നടത്തിയ രാസപരിശോധനകളാണ് ഈ വലിയ വിവരത്തിലേക്ക് വഴി തുറന്നത്. റോവറിൽ ഉണ്ടായിരുന്ന ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചാണ് ചന്ദ്രനിലെ മണ്ണിലെ മൂലകങ്ങളുടെ ഘടന ശാസ്ത്രജ്ഞർ അളന്നത്. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ പ്രമുഖ ശാസ്ത്രജ്ഞർ ഈ വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തപ്പോഴാണ് അതിശയിപ്പിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വന്നത്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിലെ മണ്ണിൻ്റെ രാസഘടനയ്ക്ക് 1980-82 കാലഘട്ടത്തിൽ അന്റാർട്ടിക്കയിലെ അലൻ ഹിൽസ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ അൽഹ 81005 എന്ന ഉൽക്കയുടെ ഘടനയുമായി അസാധാരണമായ സാമ്യമുണ്ടെന്നാണ് അവർ കണ്ടെത്തി. ഭൂമിയിൽ കണ്ടെത്തിയ ഉൽക്കകളിൽ ചന്ദ്രനിൽ നിന്ന് തെറിച്ചു വീണ ആദ്യത്തെ ഉൽക്കയായി ശാസ്ത്രലോകം അംഗീകരിച്ച ഒന്നാണിത്. സാധാരണയായി ചന്ദ്രൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷതകളാണ് ശിവശക്തി പോയിന്റിൽ പ്രഖ്യാൻ റോവർ കണ്ടെത്തിയത്. സാധാരണ ചന്ദ്രമണ്ണിനെ അപേക്ഷിച്ച് അവിടെ അലുമിനിയത്തിൻ്റെ അളവ് വളരെ കുറവാണെന്നും എന്നാൽ ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയുടെ സാന്നിധ്യം വളരെ കൂടുതലാണെന്നുമാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. കൂടാതെ ചന്ദ്രനിലെ പാറകളിൽ അടങ്ങിയിരിക്കുന്ന ഒലിവിൻ, പൈറോക്സിൻ തുടങ്ങിയ ധാതുക്കളുടെ അനുപാതവും ഇവിടെ വളരെ ഉയർന്ന നിലയിലാണ്. ഭൂമിയിൽ വിവിധ കോണുകളിൽ നിന്ന് ശേഖരിച്ച 66 ചന്ദ്രോൽക്കകളുടെ രാസഘടനയുമായി ചന്ദ്രയാൻ 3 നൽകിയ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ താരതമ്യം ചെയ്തപ്പോഴാണ് അന്റാർട്ടിക്കയിലെ ഈ ആദ്യ ചന്ദ്രോൽക്ക ശിവശക്തി പോയിന്റുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന മഗ്നീഷ്യം സമ്പുഷ്ടമായ പ്രതലത്തെയാണ് ഇവ രണ്ടും പ്രതിനിധീകരിക്കുന്നത്. ഈ കണ്ടെത്തലിൻ്റെ അർത്ഥം അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയ ആ പഴയ ഉൽക്ക ശിവശക്തി പോയിന്റിൽ നിന്ന് തന്നെ തെറിച്ചു വീണതാണ് എന്നല്ല, മറിച്ച് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ മഗ്നീഷ്യം നിറഞ്ഞ പുരാതനമായ ഉപരിതല ഘടന എപ്രകാരമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് ഘടകങ്ങളും ഒരുപോലെ ശാസ്ത്രത്തെ സഹായിക്കുന്നു എന്നാണ്. ഫെറോവൻ, അനോർത്തസൈറ്റ്സ്, MG സ്യൂട്ട് തുടങ്ങിയ ചന്ദ്രനിലെ പ്രധാന പാറക്കൂട്ടങ്ങളുടെ മധ്യത്തിലുള്ള ഒരു അപൂർവ രാസാവസ്ഥയിലാണ് ഈ ഉൽക്കയും ശിവശക്തി പോയിന്റും നിലകൊള്ളുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡിംഗ് സൈറ്റിലും ഈ ഉൽക്കയിലും അടങ്ങിയിരിക്കുന്ന അലുമിനിയം ഓക്സൈഡ്, ഇരുമ്പ് ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് എന്നിവയുടെ അളവ് ഏതാണ്ട് ഒരേ അനുപാതത്തിലാണ് കാണപ്പെടുന്നത് എന്നത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് വെളിച്ചം വീശുന്ന നിർണായകമായ തെളിവാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സുരക്ഷിതമായി ഇറക്കിയതോടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായും ആരും കടന്നു ചെല്ലാത്ത ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി തൊടുന്ന ചരിത്ര ശക്തിയായും ഭാരതം മാറി. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, വിക്രം ലാൻഡർ, പ്രഖ്യാൻ റോവർ എന്നിവ അടങ്ങുന്നതായിരുന്നു ഈ ദൗത്യം. ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം വിക്രം ലാൻഡറിൽ നിന്ന് പുറത്തു വന്ന പ്രഖ്യാൻ റോവർ 2 ചന്ദ്രാഴ്ചകൾ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ച് ജലസാന്നിധ്യവും മറ്റ് മൂലകങ്ങളും തിരയുകയും ശാസ്ത്രീയ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ തുടർച്ചയായി വിഭാവനം ചെയ്ത ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങാനും അവിടെ ഒരു റോവറിനെ വിജയകരമായി ചലിപ്പിക്കാനുമുള്ള ഇന്ത്യയുടെ സാങ്കേതിക മികവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ദൗത്യമാണ്. ഭൂമിയിൽ നിന്നുള്ള വിക്ഷേപണ ഘട്ടം മുതൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്കുള്ള മാറ്റവും ഒടുവിൽ ദക്ഷിണ ധ്രുവത്തിലെ തദ്ദേശീയ പരീക്ഷണങ്ങളും വരെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ഓരോ ഘട്ടവും 100% വിജയകരവുമായിരുന്നു. ചന്ദ്രനിൽ നേരിട്ട് ചെന്ന് നടത്തിയ ഈ രാസപരിശോധനാ ഫലങ്ങൾ ഭാവിയിൽ മനുഷ്യൻ നടത്താൻ പോകുന്ന മറ്റ് അന്തർഗ്രഹ ബഹിരാകാശ ദൗത്യങ്ങൾക്കും വലിയ തോതിൽ സഹായകരമാകും. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഈ സമാനതകളില്ലാത്ത കുതിപ്പ് ആഗോള ബഹിരാകാശ ഗവേഷണ ഭൂപടത്തിൽ രാജ്യത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.